ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. രാവിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടറ്റോ കറിയാണ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഒരു ഈസി മെത്തേഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു സവാള, ഏകദേശം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഒരു പച്ചമുളക് കീറിയതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളിയൊന്നും എടുക്കണ്ട. വലിയ തക്കാളിയാണെങ്കിൽ 1/4 മുറി, ചെറിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. ഒരുപാടാവണ്ട, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിക്കണം. ഞാനല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല. ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ അളവിനാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ചിലർക്ക് അല്പം കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ പൂർണ്ണമായിട്ടും അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 ടീസ്പൂൺ അളവിനാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നീട് ഏകദേശം 1 ടീസ്പൂണിൽ താഴെ മാത്രം മുളക് പൊടി, 3/4 മതിയാവും. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു കാര്യം കൂടെ ഇടണം, കുരുമുളക് 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും നമ്മുടെ അടുപ്പിൽ വയ്ക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്, നമുക്കിതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കറിയിലോട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുകയാണ്. ഞാനൊരു 3-4 പീസ് ഉരുളക്കിഴങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ അതൊന്ന് ഉടച്ച് ചേർക്കാനാണ്. അപ്പം നമ്മുടെ കറിക്ക് ഒരല്പം കൊഴുപ്പൊക്കെ കിട്ടും. കറി അല്പം ഗ്രേവി അല്പം കട്ടിയായിട്ടിരിക്കും. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂട് വെള്ളമാണ് ചേർക്കേണ്ട, പച്ചവെള്ളം ചേർക്കരുത്. ഇനി നമുക്കൊന്ന് തീ കൂട്ടി വയ്ക്കാവുന്നതാണ്. ഇത് ഉടയ്ക്കാനായിട്ട് നമ്മുടെ സ്പൂൺ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അല്ലാതെ മിക്സിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. നമ്മുടെ ഗ്രേവി ഒത്തിരി കട്ടിക്കിരിക്കാനായിട്ടാണ്, ഗ്രേവിക്ക് നമ്മുടെ കറിക്ക് ഇച്ചിരി ഒരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉടഞ്ഞ് വന്നുണ്ടോ, ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി വളരെ ഈസി ആയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഗ്രേവി ഞാൻ ഇച്ചിരി കൊഴുപ്പോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കട്ടി കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇത് ദോശയ്ക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനൊപ്പവും ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. എനിക്കിവിടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഞങ്ങളത് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നൊരു കറി തന്നെയാണിത്. എല്ലാവരും ഈ ഒരു കറി ഒന്ന് ചെയ്ത് നോക്കണം, സ്വന്തമായിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നതാണ്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ബൈ ടു ആൾ.